ക്ഷീരകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എളങ്കുന്നപ്പുഴ മൃഗാശുപത്രിയിൽ നടത്തിയ ക്ഷീരകർഷക സെമിനാർ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ധാരാളം ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് അവയർനെസ്, ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ സാധാരണ നമുക്കറിയാം പശു നമ്മുടെ മിക്ക വീടുകളിലും ഒരു പശുവുണ്ട്. പിന്നെ പശു വളർത്തൽ ഉപജീവനമാക്കിയിട്ടുള്ള ക്ഷീരകർഷകരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പശു അല്ലെങ്കിൽ രണ്ട് പശു, ഒരു പശുവിനൊക്കെ ഇപ്പോ 1 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. അതേപോലെ അത് ഉപജീവനമാക്കുമ്പോൾ 2-3 പശുക്കൾ. അതിന് ഉദാഹരണമാണ് നമ്മുടെ വൈപ്പിൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്തറ ഇവിടെയുണ്ട്. ഈ ആന്റണി പുന്നത്തറ അടക്കം നമുക്കറിയാം ക്ഷീര കർഷകനാണ്. ഇങ്ങനെയുള്ള ക്ഷീര കർഷകര്, ആന്റണി പുന്നത്തറയുടെ വീട്ടിൽ ഒരു പശു ചത്തുപോകാൻ ഇടവന്നിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ആ പശുവിൽ നിന്നുള്ള പാല് കൊണ്ടും മറ്റ് ചാണകം കാര്യങ്ങളെല്ലാം വിറ്റുകൊണ്ടാണ് ഉപജീവനം നടത്തുന്നത്, കുടുംബം പോറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷീര കർഷകന്റെ പശു ചത്തുപോകാൻ ഇടവരുമ്പോൾ അതിന് കിട്ടേണ്ടതായ ഇൻഷുറൻസ്, മറ്റു കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് കിട്ടണമെങ്കിൽ അവർക്കൊക്കെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ആ ഒരു ബോധവൽക്കരണം ഉണ്ടാകാൻ വേണ്ടിയാണ് ആന്റണി പുന്നത്ര അധ്യക്ഷത വഹിച്ചു. മൃഗപരിപാലന രംഗത്ത് ക്ഷീരകർഷകർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനായി ക്ഷീരകർഷകർക്ക് പെൻഷൻ അനുവദിക്കണമെന്നും വളർത്തുമൃഗങ്ങൾ മരണപ്പെട്ടാൽ ക്ഷീരകർഷകന് ലഭിക്കേണ്ടതായ ഇൻഷുറൻസ് തുടങ്ങി മറ്റ് ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും മരണമടയുന്ന പശു, ആട്, വളർത്തുനായ എന്നിവയെ മറവ് ചെയ്യുന്നതിന് വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ ഒരു ശ്മശാനം നിർമ്മിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പിള്ളി ആവശ്യപ്പെട്ടു. ക്ഷീരകർഷകർ അറിഞ്ഞിരിക്കേണ്ട വിവിധ വിഷയങ്ങളിൽ വെറ്റിനറി സീനിയർ സർജൻ ഡോക്ടർ പി എ സൈറ, ഡോക്ടർ ശില്പരാജ് എന്നിവർ ക്ലാസ് എടുത്തു. സെമിനാറിൽ വെച്ച് 3.5 വർഷത്തെ നല്ല സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന വെറ്റിനറി സർജൻ ഡോക്ടർ പി എ സൈറയ്ക്ക് ആദരവ് നൽകി. സെമിനാറിൽ എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ എസ് രാധാകൃഷ്ണൻ, പുതുവൈപ്പ് ക്ഷീരകർഷക സംഘം പ്രസിഡന്റ് പി കെ ബാബു, വാർഡ് മെമ്പർമാരായ സെബാസ്റ്റ്യൻ ഷിബു, സോഫിയ ജോയ്, ജോസഫ് നരികുളം, ഫ്രാൻസിസ് അറക്കൽ, ജോസി ചക്കാലക്കൽ, ടൈറ്റസ് പൂപ്പാടി, പ്രസിഡന്റ് ടി കെ മണി തുടങ്ങിയവർ പ്രസംഗിച്ചു.